ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഒരു കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് ചക്കക്കുരു ചെറിയ പീസായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് അതിലായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിയുക, കുറച്ച് പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് കേട്ടോ, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതേപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. ഈ മല്ലിയില വീട്ടിലുണ്ടായ മല്ലിയില കേട്ടോ. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് കിട്ടാത്തവർ നോർമൽ മല്ലിയില ഉപയോഗിക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു നന്നായിട്ട് ഇതുപോലൊരു സാധനം വെച്ചിട്ട് ഉടച്ചെടുക്കുക. ഇതില്ലാത്തൊലി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉള്ളിയും സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് നേരത്തെ ഇട്ടതാണ്, ബാക്കിക്ക് ഉപ്പ് ഇതിലിടുക, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അരിപ്പൊടി പറ്റേ കുറയരുത്. കുറഞ്ഞാൽ പണി കിട്ടും. പൊരിക്കുന്ന സമയത്ത് പൊരിഞ്ഞ് വരില്ല, ഒരുമാതിരി കുഴഞ്ഞിരുന്ന് പൊടിഞ്ഞൊക്കെ വരും. എനിക്ക് പണി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗൈസ്. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ അരിപ്പൊടി കുറഞ്ഞു പോയി. അതേമാതിരി ഫ്ലെയിം ഞാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ പൊടിഞ്ഞൊരു ജ്യൂസായി വന്നു. മൊത്തത്തിൽ പൊടിഞ്ഞ് കുളമായിട്ട് ഈ ഉണ്ടാക്കുന്നത് കുളമായതാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത്, അടുത്ത ട്രിപ്പിൽ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്തു, അരിപ്പൊടി ഒന്നും കൂടി ഇട്ട് മിക്സ് ചെയ്തു, ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തു. അപ്പോഴാണ് എൻ്റെ പിന്നെ ശരിയായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് അത്യാവശ്യം അരിപ്പൊടി ചേർക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങോട്ട് വാരിടേണ്ട, ഒരു പാകത്തിന്. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇത് ഓൾറെഡി വെന്ത സാധനമായിട്ട് അധികം വേകാനൊന്നും ഉണ്ടാവില്ല. ഇനി അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി വെച്ചിട്ടൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം, ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടില്ലെങ്കിൽ നോർമൽ ടൊമാറ്റോ സോസ് വെച്ച് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്താൽ ഇതിൽ ചക്കക്കുരു ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഇനിയും ഒരുപാട് റെസിപ്പീസ് ഞാൻ ചക്കക്കുരു വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും കഴിക്കാതെ ഒഴിവാക്കേണ്ട സാധനങ്ങളല്ല, കഴിക്കേണ്ട സാധനങ്ങളാണ്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. ആളുകൾ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. അതൊക്കെയാണ് നമുക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബായ്.